പിന്നെ ഇന്ന് വെള്ളിയാഴ്ചയാണ്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും സ്പെഷ്യലാക്കിയാൽ ഞാൻ ഇച്ചിരി ബിരിയാണി ഉണ്ടാക്കിയാലും വെള്ളിയാഴ്ച നമുക്ക് ബിരിയാണിനല്ലേ മെയിൻ അല്ലേ. ഇപ്പം നാട്ടിലായാലും ദുബൈയിലായാലും എന്തായാലും സ്പെഷ്യൽ ഉണ്ടാവും. ഇപ്പം നാട്ടിൽ ബിരിയാണി ഇല്ലെങ്കിൽ എന്തായാലും ചിക്കൻ കറി നെയ്ച്ചോറുണ്ടാവും, അല്ലെങ്കിൽ ബീഫ് കറി നെയ്ച്ചോറുണ്ടാവും. ഇപ്പോൾ ദുബൈയിൽ വന്നാലും എന്താ ഹോട്ടലിൽ പോയാലും ബിരിയാണി തന്നെ ആയിരിക്കും അല്ലേ. അപ്പം ഞാനിന്ന് ബിരിയാണി ഉണ്ടാക്കാൻ വിചാരിച്ച്. അപ്പോൾ എൻ്റെ ബിരിയാണി നോക്കിയോളൂ എങ്ങനെ ഉണ്ടാക്കുന്നത്. ഞാൻ ഈ ബിരിയാണി പൊരിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്, ചിക്കന് പൊരിച്ചിട്ട് ഉണ്ടാക്കുന്നത്. ദമ്മിലുണ്ടാക്കലുണ്ട്, പക്ഷേ എനിക്കിഷ്ടം ഇങ്ങനെ പൊരിച്ചുണ്ടാക്കുന്നതാണ്. ചിക്കന് കുറച്ച് ഫ്രൈ ആയിട്ടാകുമ്പോൾ നമ്മൾ കഴിക്കാൻ നല്ല രസം ഉണ്ടാകുന്നല്ലോ. കുറേ ആൾക്ക് ദമ്മായിട്ട് അങ്ങനെയാണ് ഇഷ്ടം. ഞാൻ എല്ലാ ടൈപ്പും ഉണ്ടാക്കുന്നത്, പക്ഷേ ഒരാൾ ഒരു ടൈപ്പിലല്ലേ ബിരിയാണി ഉണ്ടാക്കുന്നത്. പക്ഷേ ബിരിയാണിയൊക്കെ എല്ലാവർക്കും അറിയണമെന്നില്ല. പക്ഷേ ബിരിയാണി കുറച്ച് പഠിക്കാണ്ട് ബിരിയാണീൻ്റെ മെയിൻ മസാലയാണ്. മസാല റെഡിയായാലും ബിരിയാണി എന്തായാലും റെഡിയാവും. അത് മസാലയാണ് മെയിൻ ബിരിയാണീൻ്റെ. ഫസ്റ്റ് എനിക്ക് ബിരിയാണിയൊക്കെ നല്ല ടൈം എടുക്കും. ഞാൻ ഫസ്റ്റെല്ലാം എനിക്ക് 1.5 മണിക്കൂർ 2 മണിക്കൂറിനടുത്തെല്ലാം എനിക്ക് ബിരിയാണി ഉണ്ടാക്കാൻ ടൈം എടുക്കലുണ്ടായിരുന്നു ഫസ്റ്റ്. പിന്നെ പിന്നെ നമുക്ക് പെട്ടെന്ന് 1 മണിക്കൂറിനുള്ളിൽ ബിരിയാണി ആയി. മുമ്പ് ചില എനിക്ക് എന്തും അറിഞ്ഞുകൊണ്ടിട്ടാ, കുക്കിങ്ങിൽ ഒരു ABC അറിഞ്ഞുകൊണ്ടിട്ടാ. പിന്നെ നമ്മൾ തന്നെ കുറച്ച് ഉണ്ടാക്കി പഠിച്ച് പിന്നെ കുക്കിങ്ങോട് തന്നെ ഒരു ഇൻട്രസ്റ്റ് തോന്നി. ചില കുക്കിങ്ങോട് ഭയങ്കര മടിയിൽ കുക്കിങ് പറയുമ്പോൾ പോലെ. എനിക്ക് അങ്ങനെയല്ല, എനിക്ക് കുക്ക് ചെയ്യുന്ന കയറുമ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റാണ്. അടുത്ത പുതിയ ഐറ്റംസ് ഉണ്ടാക്കണമെന്നൊരു ഇതാണ് എൻ്റെ. ഇനി അടുത്ത ഐറ്റംസ് എങ്ങനെ ഉണ്ടാക്കാം. ഞാൻ ഒരു പ്രാവശ്യം ഒരു ഐറ്റംസ് ഉണ്ടാക്കിയാൽ പിന്നെ അടുത്ത പ്രാവശ്യം ഞാൻ ശരിക്കും ഉണ്ടാക്കും. ഫസ്റ്റ് എന്തായാലും ഒരു ഐറ്റംസ് ഉണ്ടാക്കുമ്പോൾ എന്തായാലും അത് എന്തെങ്കിലും ആയിട്ട് കൊളാവും ചെറുതായിട്ട്. എന്നാലും അടുത്ത പ്രാവശ്യം ആകുമ്പോൾ ഇത് റെഡിയാവും. അത് ഇപ്പം നമ്മളെ ബിരിയാണീൻ്റെ ഏകദേശം മസാല ആയി കേട്ടോ. പറഞ്ഞിട്ട് ഇനി ചിക്കൻ ഇടാനേ ഉള്ളൂ ഇതിലേക്ക്. ചിക്കനിട്ട് മസാല ആയിട്ട് പിന്നെ നമ്മൾ ചോറെല്ലാം ആവാനായി. ഞാനിത് വെള്ളം ആറ്റുന്നില്ല കേട്ടോ. വെള്ളം അടുക്ക് തന്നെ നെയ്ച്ചോറാക്കിയിട്ടാണ് ഉദ്ദേശിക്കുന്നത്, മനസ്സിലായോ. നെയ്ച്ചോറാക്കിയിട്ടാണ് ബിരിയാണി ഉണ്ടാക്കുന്നത്. ചില സമയത്ത് മറ്റെല്ലാം ഉണ്ടാക്കുന്നത് വെള്ളം ഊറ്റിയിട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ അങ്ങനെയും ഉണ്ടാക്കാം ഇങ്ങനെയും ഉണ്ടാക്കാം. പക്ഷേ ഇങ്ങനെ ഉണ്ടാക്കുന്ന ടേസ്റ്റ് കൂടുതൽ. നമ്മൾ നെയ്ച്ചോറിൻ്റെ ആ സ്മെല്ലൊക്കെ നല്ല ഉണ്ടാവും ചെയ്യും. അപ്പോൾ വെള്ളം ഊറ്റുമ്പോൾ അതിൻ്റെ സ്മെല്ലെല്ലാം പോകുമല്ലോ. പിന്നെ ഒരാൾ ഒരു ടൈപ്പിലാണ് ബിരിയാണി ഉണ്ടാക്കുന്നത്. ഒരാൾ അരി വറുത്തിട്ട് കുറച്ച് ചെറിയ വറുത്തിട്ടുണ്ടാക്കും. അങ്ങനെയെല്ലാം ഉണ്ടാക്കും ബിരിയാണി കുറേ ടൈപ്പിൽ ഉണ്ടാക്കാൻ പറ്റുമല്ലോ. ഇങ്ങനെയെല്ലാം ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ ബിരിയാണി കഴിച്ചാൽ മടുക്കൂല. എനിക്ക് ബിരിയാണി മന്തിനാട്ടല്ല ഇഷ്ടം, എനിക്ക് ബിരിയാണി തന്നെ. പക്ഷെ ഫുഡോട് ഇൻട്രസ്റ്റ് തോന്നിയാൽ പിന്നെ നമുക്ക് തന്നെ അടുത്ത പ്രാവശ്യം എന്തുണ്ടാക്കണം ഇങ്ങനെ ചിന്ത വരും നമുക്ക്. എന്തുണ്ടാക്കണം ഇങ്ങനെ പുതിയ ഐറ്റംസ്. എന്നോട് ഒരാൾ പറഞ്ഞു എന്ത് കുക്ക് ചെയ്യുന്നത് അങ്ങനെ നമുക്ക് ഒന്നിൻ്റെ താല്പര്യം തോന്നിയാലില്ലേ പിന്നെ നമുക്ക് വിടാൻ മനസ്സിലാവില്ല. നമുക്ക് അടുത്ത പ്രാവശ്യം അടുത്ത വെറൈറ്റി എന്തുണ്ടാക്കാൻ നോക്കും. അതാണ് എൻ്റെ ഒരു ഇത്. പിന്നെ ഓരോരുത്തരുടെ ഇതല്ലേ. അപ്പോൾ നമ്മൾ നെയ്ച്ചോറായി കണ്ടല്ലേ. നെയ്ച്ചോറിന് നമുക്ക് ദമ്മിടാം. അതിലേക്ക് നമുക്ക് ഈ പാത്രത്തിലാണ് ദമ്മിടുന്നത്. ഈ ചോറ് വേറേക്ക് മറിച്ചിട്ട് നമ്മൾ അതിലേക്ക് മസാല ഇട്ടിട്ട് അതിൻ്റെ മുകളിലൊക്കെ ചോറിടുന്നത്. 2 ലെയറായിട്ടാണ് ചോറിടുന്നത്. നമ്മൾ അതിലേക്ക് അടിയിൽ മസാല ഇട്ടിട്ട് 2 ലെയറായിട്ട് പകുതി ചോറിട്ടിട്ട് അതിൻ്റെ മുകളിലേക്ക് പൊരിച്ച ഓയിലുണ്ടാവില്ല, അത് കുറച്ച് ഒഴിക്കണം കേട്ടോ. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് പൊടികളെല്ലാം ചേർത്താൽ മതി. പക്ഷെ ഞാൻ ഉണ്ടാക്കുന്ന ബിരിയാണി നല്ലതെന്ന് പറയുന്നില്ല, എന്നാലും മോശമില്ല. ഉണ്ടാക്കും, അത്യാവശ്യം ബിരിയാണി ഉണ്ടാക്കാൻ നല്ല. നമുക്ക് തന്നെ പറയുന്നത് തെറ്റല്ല. എന്തായാലും നമ്മളെ ബിരിയാണി നല്ല മജയുണ്ട്, നല്ല രസമുണ്ട് പറയുന്നത് തെറ്റല്ല. കണ്ടിട്ട് നിങ്ങളെ അഭിപ്രായം പറയും. നമ്മളെ ബിരിയാണി എങ്ങനെയുണ്ടെന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം അറിയാമല്ലോ. കഴിച്ചും കുറവർക്കല്ലേ അറിയാൻ പറ്റുള്ളൂ. അപ്പം നമ്മൾ ബിരിയാണി ഏകദേശം റെഡി ആയോ. ഇനിയിപ്പോൾ ദമ്മിടാനേ ബാക്കിയുള്ളൂ. ഒരു അരമണിക്കൂർ എന്തായാലും ദമ്മിടണം ബിരിയാണി. അന്നെങ്കിൽ അതിൻ്റെ ഒരു ദമ്മ് പൊട്ടിക്ക് ഒരു സ്മെല്ലുണ്ടാവുള്ളൂ അല്ലേ. അപ്പോൾ എൻ്റെ ബിരിയാണി കണ്ടിട്ട് എന്ത് തോന്നുന്നു നിങ്ങൾക്ക്? അടിപൊളിയാണ്, കമൻറ്റ് ഇടണം കേട്ടോ. ഓക്കെ, കാണുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം അറിയാമല്ലോ എങ്ങനെയുണ്ടെന്ന് ബിരിയാണിന്ന്. പിന്നെ ദമ്മിടുമ്പോൾ ചില അലുമിനിയം ഫോയിലും വെക്കുന്നത്, പക്ഷേ ഞാൻ അലുമിനിയം ഫോയിലൊന്നും വെക്കുന്നില്ല. പണ്ടൊക്കെ മറ്റേ മൈദയൊക്കെ ചുറ്റിയിട്ട് വെക്കുന്നതല്ല. നമുക്ക് കുറച്ചേ ഉള്ളൂ ബിരിയാണി. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ വെച്ചാൽ മതി, അത്ര മതിയാവും. നമ്മൾ ബിരിയാണി എങ്ങനെയുണ്ട് നോക്കിയാൽ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.